ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ്. അപ്പം ബിഗ് ബോസ് ഇങ്ങനെ അതിൻ്റെ ഒരു ഓളത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരുവിധം എല്ലാ ആൾക്കാരും ബിഗ് ബോസ് കാണുന്നവരാണ്, ഓരോ വ്യക്തികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദില എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾക്കറിയാമായിരിക്കും, അനീഷിനെയും നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ ഈ ആദില എന്ന് പറയുന്ന വ്യക്തി ഈ അനീഷിൻ്റെ പുറകിന് നടന്നിങ്ങനെ ചൊറിഞ്ഞ് ചെല്ലുകയാണല്ലേ. ഇത് കാണുമ്പം നമുക്കും ഓട്ടോമാറ്റിക്കലി ഒരു ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ ഒരു ചൊറിച്ചിലിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തി എന്ന് പറയുന്നത് ഞാനായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ സമയം എന്നെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം സമയം കണ്ടെത്തി ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണല്ലേ. അപ്പം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മുടെ PR വർക്കിനെ കുറിച്ചിട്ടാണ് ബിഗ് ബോസിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആരൊക്കെ PR ചെയ്യുന്നുണ്ട്, ആരൊക്കെ PR ചെയ്യുന്നില്ല എന്നുള്ള ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം കുറേ നാളായിട്ട് ഈ ആദില ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ അനീഷിൻ്റെ പുറകിന് നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം ഇത് കണ്ടിട്ട് തൻ്റെ പാർട്ട്ണറും നോറ പറയുന്നുണ്ട്, എടി നീ അങ്ങനെ ചെയ്യരുത്, അത് നമ്മളെ ബാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നോറ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഈ ആദില ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. എന്തോ ഒന്ന് അഹങ്കാരം അങ്ങോട്ട് കൂടി പോയതാണ് പ്രശ്നമായിപ്പോയത്. എനിക്ക് തോന്നുന്നു ഇത്ര അഹങ്കാരം കൂടാനുള്ള കാരണം ഇപ്പോൾ ഒരു 50 ഡേയ്സിന് എബോ ആയല്ലോ ബിഗ് ബോസിനകത്ത് ഇപ്പോൾ അവരവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആദിലയുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയ്ക്ക് നല്ല ഫാൻസ് ആണെന്നും നല്ല സപ്പോർട്ടും ഉണ്ടെന്നുള്ള ധാരണ കൊണ്ടായിരിക്കാം ആദില ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പം തൻ്റെ പാർട്ട്ണർ പറഞ്ഞു കൊടുത്തിട്ട് പോലും അതൊന്നും അങ്ങോട്ട് മൈൻഡിലേക്ക് എടുക്കുന്നില്ല. വെറും വൃത്തികെട്ട വാക്കുകളാണ് ആദിലയുടെ വായിന്ന് വീഴുന്നത് പോലും. അപ്പോൾ ഇങ്ങനെ PR വർക്കിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആദില നോറ PR വർക്ക് കൊടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. പോരാത്തതിന് അവിടെ അനീഷ് PR വർക്ക് കൊടുക്കുന്നുണ്ട്, അനുമോള് PR വർക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ഒരുവിധം എല്ലാ ആൾക്കാരും PR വർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള സംസാരം അതിനകത്ത് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് PR വർക്കിനെ കുറിച്ച് സംസാരിക്കാം കേട്ടോ. ബിക്കോസ് ഇന്ന് എനിക്ക് ചിരിക്കാൻ ഒരു റീസൺ ഉണ്ട്. എന്തിന്? ബിക്കോസ് not 1, 2 of our exclusive talents are in the Big Boss Malayalam house. But here's the deal. We are creating history. And for the first time ever, a lesbian couple has entered the Big Boss house. And they are our creators. Just representing. മലയാളികളെ കൊണ്ട് PR വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പേര് അറിയുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പുറത്തുനിന്ന് അവർ ആൾക്കാരെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ PR വർക്കിനെ കുറിച്ച് പറയുന്നൊരു വ്യക്തിയാണ് ഈ ആദില. കൂടുതലും പറയുന്നത് അനീഷിനെ പറ്റിയിട്ടാണ്. നിങ്ങളല്ലേ PR ചെയ്യുന്നത്, നിങ്ങൾ PR വർക്ക് കൊണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒക്കെയുള്ള സംസാരം ആദിലൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. അനീഷ് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പ് പോസ്റ്റ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നത്. അല്ലാതെ ബിഗ് ബോസിനകത്ത് പോകുന്നതോ അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അനീഷിന് ഇൻസ്റ്റഗ്രാം പേജിനകത്ത് ഇല്ല. അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം PR വർക്ക് ഇല്ല എന്നുള്ളത്. കാരണം അങ്ങനെ ഒരു PR വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സ്റ്റോറീസ് ആണെങ്കിലും ബിഗ് ബോസിനകത്ത് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം അപ്പം കൊടുത്തുകൊണ്ടിരിക്കും. ഇവൻ നമുക്ക് അനുമോളുടെ ഇൻസ്റ്റഗ്രാം ID എടുത്ത് വെച്ച് നോക്കാം. തിരിയുന്നതും പിരിയുന്നതും ഓടുന്നതും കരയുന്നതും എല്ലാമായിട്ടുള്ള കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് എഡിറ്റ് ചെയ്ത് പാട്ടും കയറ്റി നല്ല രീതിയിൽ തന്നെ അന്നേരം ഉള്ള കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഷാനവാസിൻ്റെ എടുത്ത് നോക്കാം, ആദിലയുടെ എടുത്ത് വെച്ച് നോക്കാം. അവരുടെ എല്ലാ അക്കൗണ്ടും ഒരാൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകും PR വർക്ക് നല്ല അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ അനീഷിൻ്റെ നാട്ടിലോ ബിഗ് ബോസിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങളും തന്നെ ആ ഇൻസ്റ്റഗ്രാം പേജിലാട്ടെ ഒന്നിലും ഇല്ല. പോരാത്തതിന് എനിക്ക് തോന്നുന്നു അനീഷിന് നല്ലതുപോലെ ഫാൻസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പോലും ബിഗ് ബോസിനകത്തിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനീഷിനെയാണ് ഇഷ്ടം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അയാൾ ഗ്രൂപ്പീസും കളിക്കുന്നില്ല.
അയാളുടെ വായിൽ നിന്ന് ഒരു വൃത്തികെട്ട വാക്കുകൾ വീഴുന്നില്ല. പിന്നെ അയാൾ വെറുപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ 2-3 വട്ടം പറയുന്നുണ്ട്. അല്ലാതെ ഒരാളോട് ഇഷ്ടം കാണിച്ചിട്ട് കുറച്ച് നേരം അവരുടെ കൂടെ നിന്നിട്ട് മാറി നിന്ന് കുറ്റം പറഞ്ഞൊരു സ്വഭാവം നമ്മൾ ഈ അനീഷിൽ നിന്നും കണ്ടിട്ടില്ല. ഇപ്പം ഷാനവാസ് അനീഷിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അനീഷിനെ പറ്റി നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഓരോ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. സ്നേഹം അഭിനയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അനീഷിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനീഷ് ജെന്യൂനായിട്ട് തന്നെയാണ് ആ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം അയാളൊരു മനുഷ്യനെ കുറ്റം പറയാൻ പോകുന്നില്ല. കാണുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്. അത് മാത്രമേ അതിനകത്ത് നടക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അനീഷിൻ്റെ PR വർക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് PR വർക്കൊന്നും ഇല്ലെന്നാണ് നമ്മളുടെ വിശ്വാസം. പക്ഷേ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഈ പോൾ ചെയ്യുന്ന സമയത്ത് അനീഷിന് നല്ലതുപോലെ ഫാൻസ് ഉണ്ട്. നല്ലതുപോലെ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ് അനീഷ് ഈ പോൾ ഇടുന്ന സമയത്തൊക്കെ. ജീവിതത്തിൽ PR എന്ന് പറയുന്ന ഒരു സാധനമേ ചെയ്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോഴും ഞാൻ അങ്ങനെ PR എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയ പോലുമില്ല. ഇവിടെ വന്നിട്ടാണ് അതെന്താണെന്നുള്ള കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ ആയാലും ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. ആ ആകെ കൂടെ 3 ദിവസമാണ് കിട്ടിയത്. ആ പോരണ്ട തിരക്കിൽ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. വേറൊരാൾക്കും എൻ്റെ സോഷ്യൽ മീഡിയ പോലും ഞാൻ കൊടുത്തിട്ടുമില്ല. എൻ്റെ സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ PR-നെ കുറിച്ച് അറിയാത്ത എന്നോട്, ഇതുവരെ മനസ്സിലാക്കാത്ത എന്നോടാണ് ഇവിടെ പറയുന്നത് എനിക്ക് PR ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. അതിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ പറയുന്നത് എൻ്റെ നെൽകൃഷിപ്പാടം വിറ്റിട്ട് ഞാൻ PR ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേന്ന് പറയുന്നു. അതുപോലെ എൻ്റെ ഭൂമി വിറ്റിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന് PR ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയാണ്. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് ബിഗ് ബോസിൻ്റെ ടീം പോകണം. എന്നിട്ട് എൻ്റെ വീട്ടുകാരോട് ചോദിക്കേണ്ട, എൻ്റെ നാട്ടുകാരോട് ചോദിക്കുക. ഇങ്ങനെ എന്ത് ഇന്നസെൻ്റ് ആയിട്ടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്? എന്തോ ആയിക്കോട്ടെ, ഇയാൾ PR വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തോ ആയിക്കോട്ടെ. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോ, അദ്ദേഹം PR വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് പറയാൻ സാധിക്കൂല. കാരണം ബിഗ് ബോസിനോടാണ് നേരിട്ട് പറയുന്നത്. നിങ്ങൾ എൻ്റെ വീട്ടിൽ അന്വേഷിക്കേണ്ട, നിങ്ങൾ എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചോ എന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഒരു കോമണറാണ്. ബാക്കിയുള്ളവരെ പോലെ കുറച്ച് ഫേമസ് ആയി നിന്നിട്ട് കയറി വന്നതൊന്നും അല്ല ബിഗ് ബോസിൽ. ഇപ്പം അതിനകത്ത് ആക്ടേഴ്സ് ഉണ്ട്, ആക്ട്രസ് ഉണ്ട്. പക്ഷേ അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി എങ്ങോ കിടന്നൊരു വ്യക്തിയാണ്. ബിഗ് ബോസിനകത്ത് വന്നപ്പോഴാണ് കൂടുതലും നമുക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാവുന്നത് തന്നെ. അതേസമയത്ത് ഷാനവാസ്, അനുമോള്, ഈ ആദില, നോറ, ബെന്നി ഇവരെയൊക്കെ ഒരുവിധം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഡെയിലി ഇവരെയൊക്കെ വ്ളോഗ് കാണുന്ന എല്ലാവരും കാണുമെന്നറിയില്ല. എങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇവരെ അറിയാം. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനീഷിനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തണം, അതുപോലെ തന്നെ മാനസികമായിട്ട് തളർത്തണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഈ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്കുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരാളിനെ ഇങ്ങനെ മാനസികമായിട്ട് തളർത്താനും പോരാത്തതിന് എന്താ പറയുന്നത്, സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അടിച്ചമർത്തുമ്പം നിങ്ങളാണ് അവിടെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം അനീഷിനെ നിങ്ങൾ എത്രത്തോളം ഹെർട്ട് ചെയ്യുന്നോ അത്രത്തോളം പുറത്ത് പ്രേക്ഷകർ ഏറ്റെടുക്കുവാണ് അനീഷിനെ. അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോ അല്ല. നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ താഴ്ത്തി സംസാരിക്കുന്നോ അതിൽ കൂടെ ആൾക്കാർ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഒരു അവസരമാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ശരിക്കും ആദില എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് ശരിക്കും ദേഷ്യം തന്നെ വരും. ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് എന്തിലാണ്? ആദില എല്ലാ ആൾക്കാരും ഇങ്ങനെ ചൊറിയാൻ നടക്കും, പോരാത്തിന് അനീഷിനെ. ഇത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു ലേഡിയാണ് ബിഗ് ബോസിനകത്ത് ആദില എന്ന് പറയുന്നത്. പിടിക്കണം. കാരണം എനിക്ക് കിട്ടിയ തലമുറകളായിട്ട് എനിക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനും കുറച്ച് കൃഷി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും കൊടുത്തു കളയാനുള്ളതല്ല, അത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണ്. ഞാൻ ഒരു ആവശ്യത്തിനും കൃഷി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയോ മുൻപ് അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോൾ വെറുതെ ആരോപണങ്ങൾ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരും പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ടീം പോയിട്ട്
കൃത്യമായിട്ട് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വേറൊരു ആരോപണം പറയുന്നത് എൻ്റെ അനിയൻ വന്നപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അതും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അനിയൻ വന്നപ്പോൾ ലിവിങ് ഏരിയയിൽ വന്നിട്ടാണ് ഒരു കാര്യം പറഞ്ഞത്. ഇവർ വെറുതെ ഒരു ആരോപണം പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി റൗണ്ട് ആണ്. ബോസ് ദയവ് ചെയ്ത് ഈ ഒരു സംഭവം ഇതിനകത്തുനിന്ന് ഒഴിവാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം അറിയില്ല, ദിവസം അറിയില്ല, അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് നമ്മൾ വീട്ടുകാരെ അകത്തോട്ട് കയറ്റിയിട്ട് പല കണ്ടന്റുകളും ഉണ്ടാക്കാനുള്ള വഴി നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. ഇവർ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞ് ഈ ഫാമിലി പുറത്തോട്ട് വരുന്ന സമയത്ത് കുറേ മീഡിയാസ് നിൽക്കുന്നു, കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു, പിന്നെ അത് പുറത്ത് വലിയ വിവാദമാകുന്നു. എന്തിനാണ് ഈ കാര്യങ്ങൾക്ക് നിൽക്കുന്നത്? അവരുടെ ആ ഒരു ടൈം കഴിയുന്ന സമയത്ത് അവർ പുറത്തിറങ്ങിക്കോട്ടെ. ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്തോട്ട് കയറ്റുക, അതേപോലെ ഗസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പേരെ അകത്തോട്ട് കയറ്റുക, ഇതൊക്കെ പല കാര്യങ്ങളും പുറത്ത് വരികയും പല ആൾക്കാരുടെ കാര്യങ്ങളും പുറത്ത് വരികയും പല പ്രശ്നങ്ങളും ഉണ്ടാകുകയാണ് അതിനകത്തൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒഴിവാക്കി വിടുക. നിർത്തിനെങ്കിലും ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഇവിടെ മര്യാദ ജീവിക്കും. ഇത്ര നാള് കളിച്ചില്ലേ, അത് തന്നെ മതി. ആർമി പേജ് ഒക്കെ ഉണ്ടാക്കി വന്നിട്ട് ഇത്ര നാള് കളിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ ജീവിക്കും. പുറത്ത് ആ പാവ അനുവിന് താനുണ്ടാക്കിയ PR ആർമികള് ആക്രമിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ അമ്മ, അനുവിന്റെ അമ്മ കരഞ്ഞോണ്ടാ പറഞ്ഞത്. ഈ പുറമേ ഉള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞു കൊടുക്കാനാണോ ഈ അനിമോളുടെ അമ്മ വീട്ടിലേക്ക് വന്നത്? അനീഷിന്റെ PR വർക്കുകൾ, അനീഷിന്റെ ഫാൻസുകാർ അനിമോളെ നല്ല രീതിക്ക് എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അനിമോളുടെ അമ്മ വന്നപ്പോൾ പറയുന്നത്. സത്യത്തിൽ ഇതിലേക്ക് ആവശ്യം എന്താണ്? ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് വന്ന് പറയാൻ ഈ ബിഗ് ബോസ് എന്തിനാണ് ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുന്നത്, പുറത്തെ കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് ആ വീട്ടിലുള്ളവരെ നിർത്തണം. ഇതിപ്പോൾ ഒന്നും അറിയിക്കാതെ പുറലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിർത്തിയിട്ട് പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരെ അകത്തോട്ട് വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറയുക, അതിൻ്റെയൊക്കെ എന്താ ആവശ്യമുള്ളേ? അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ ആദില എന്ന് പറയുന്ന ലേഡിയെ ഒരുവിധം ആൾക്കാർക്കൊന്നും അത്ര പ്രിയമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിലയുടെ ഇമാതിരി സ്വഭാവമൊക്കെ കൊണ്ട് തന്നെ അനീഷിനെ പുറകിന് നടന്ന് ചൊറിഞ്ഞ് നിൽക്കുക. എന്താ പറയുന്നത്, ഈ രണ്ട് കൈയും ഇല്ലാത്തവർ ഒറ്റക്കൈ ഇല്ലാത്തവനെ കുറ്റം പറയാമെന്ന് പറയത്തില്ലേ, അതേ സിസ്റ്റമാണ് ആദിലയ്ക്കുള്ളത്. ആദില പുറത്ത് PR വർക്കുകളുടെ പുറത്ത് കിടന്ന് കളിച്ചു കൊണ്ടിട്ട് അകത്ത് വന്നിട്ട് അനീഷിലേക്കാക്കി പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടരല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് ബിഗ് ബോസിനോടും പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് ഈ ഫാമിലി റൗണ്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതേപോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർക്ക് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഈ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ മാനസികമായിട്ടും തളർത്താൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തുനിന്ന് ആൾക്കാർ അതിനകത്തേക്ക് വരുന്നത്. നിങ്ങൾ ഈ 24 മണിക്കൂറും നടക്കുന്ന കാര്യങ്ങൾ വെറും 1 മണിക്കൂർ മാത്രമേ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനകത്ത് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പറയുന്നില്ല എന്നുള്ളത് കൂടുതൽ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് ആൾക്കാർ അകത്തേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യവും പറയും, ഒന്നുമില്ലെങ്കിലും തളർത്താനെങ്കിലും നോക്കും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് അവരെ വിലക്കാൻ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അവർ പറയും, അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്നുള്ളൊരു ഇത് വരും. നിങ്ങൾ അവിടെ ഒരു വാണിംഗ് കൊടുക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ വാണിംഗ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.